സർവീസ് ഉദ്യോഗസ്ഥരോട് നമുക്ക് വല്ലാത്തൊരു ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. IAS ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടമൊക്കെ ഇപ്പോൾ മാറി. ഇപ്പോൾ IAS ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് സിനിമാ നടികളാണോ, IAS ഉദ്യോഗസ്ഥരാണോ, അല്ലെങ്കിൽ പലരും രാഷ്ട്രീയത്തിന് അതീതമായി ജോലി ചെയ്യുന്നവരല്ല. ഇപ്പോൾ രാഷ്ട്രീയക്കാരുടെ കാല് പിടിച്ചും ഓച്ചാനിച്ചു നിന്നും ഒക്കെ അവർക്ക് വേണ്ടി എന്താ പറയുക IAS ഉദ്യോഗം നടത്തുന്നവരാണ് പല IAS ഉദ്യോഗസ്ഥരും എന്ന് പറയുന്നത്. അവരുടെ നിലനിൽപ്പ് കൂടി ഇപ്പോൾ അങ്ങനെയാണ്. അത്തരം IAS ഉദ്യോഗസ്ഥരെ കാണുമ്പോൾ നമുക്കൊക്കെ ഇപ്പോൾ പുച്ഛമാണ്. ചില IAS ഉദ്യോഗസ്ഥർ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടാൽ ഇതിനൊക്കെ എങ്ങനെ IAS കിട്ടി എന്ന് നമ്മൾ ആലോചിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് ജോലി നേടിക്കഴിയുമ്പോൾ ഇവരുടെയൊക്കെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റം വരും. പിന്നെ ഇവരൊക്കെ ആരൊക്കെയോ ആണ്, തങ്ങളാണ് ഈ ലോകമുണ്ടാക്കിയത്, പറയുന്നതൊക്കെ പിന്നെ താത്വികമായ കാര്യങ്ങളാണ്. പിന്നെ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലല്ല ഇവർ സംസാരിക്കുന്നത്. ഇവരൊക്കെ പിന്നെ വേറെ ആരൊക്കെയോ ആയി മാറി എന്ന് ഇവർ തന്നെ സ്വയം ധരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. നമുക്കൊരു IAS ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, K ജയകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. കവിയാണ്, എഴുത്തുകാരനാണ്, വിവർത്തകനാണ്, പിന്നെ തിരക്കഥാകൃത്താണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു IAS ഉദ്യോഗസ്ഥൻ, എല്ലാവരും ഏറെ ബഹുമാനിക്കുന്ന, എല്ലാവർക്കും ആദരണീയനായ IAS എന്ന് പറയുന്ന ആ കസേരയുടെ മഹത്വം പൂർണ്ണമായും മനസ്സിലാക്കി തന്ന നിരവധി ഉദ്യോഗസ്ഥർക്കിടയിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ് K ജയകുമാർ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ അദ്ദേഹം IMGയുടെ ഡയറക്ടറാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം അഖില കേരള ബാലജനസഖ്യം സംഘടിപ്പിച്ച സംസ്ഥാന സിവിൽ സർവീസ് മാർഗനിർദ്ദേശ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞു. ഇവിടുത്തെ ചില IAS ഉദ്യോഗസ്ഥർ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത്. അദ്ദേഹം പറഞ്ഞത് സിവിൽ സർവീസിലേക്ക് വരുന്നവർ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം, അല്ലാത്തവർ സിവിൽ സർവീസിലേക്ക് വരരുത്. മാത്രമല്ല അദ്ദേഹം ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കണമെന്നും ലൈം ലൈറ്റിൽ നിറഞ്ഞു നിൽക്കണമെന്നും കരുതുന്നവർ സിവിൽ സർവീസിലേക്ക് വരരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുമ്പോഴും സിവിൽ സർവീസിൻ്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കണം എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അതായത് അദ്ദേഹം പറയുന്ന മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് അന്തസ്സ് കാത്തു സൂക്ഷിക്കാൻ കഴിയാത്തവർ, ദൈവത്തെ ഓർത്ത് സിവിൽ സർവീസിലേക്ക് വരരുത്. ലൈം ലൈറ്റുകളിൽ നിറഞ്ഞു നിൽക്കണമെന്ന് വിചാരിക്കുന്നവർ സിവിൽ സർവീസിലേക്ക് വരരുത്. ഇത് ജനങ്ങളുടെ നീതി ഉറപ്പാക്കാനായി നിങ്ങൾ പ്രവർത്തിക്കേണ്ടതാണ്. അല്ലാതെ ലൈം ലൈറ്റിൽ നിറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ ഇങ്ങനെ ഇടം പിടിക്കാനായി വരരുത്. കുറച്ചെങ്കിലും അന്തസ്സ് വേണം, ആ അന്തസ്സ് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഇത് ചിലരോട് അദ്ദേഹം പറയാതെ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ മാന്യത കൊണ്ട് അദ്ദേഹം ആ ആളുകളുടെ പേരുകൾ പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ്. അദ്ദേഹം ഇത് ചിലരോട് പറയാതെ പറയുന്നത്. നമ്മളിപ്പോൾ പലരെയും സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. പലരും കാണിക്കുന്ന അട്ടഹാസങ്ങളും അഹങ്കാരങ്ങളും ഈ റീൽസിലെ നമ്മളൊക്കെ ഈ വീട്ടിലിരുന്നുകൊണ്ട് റീൽസ് ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ പരിമിതമായ കാര്യങ്ങൾ വെച്ച് നമ്മൾ ചെയ്യില്ല. അതുപോലെയാണ് ചില IAS ഉദ്യോഗസ്ഥർ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടാൽ ലേശം നാണം വേണ്ടേ എന്ന് നമുക്ക് തോന്നിപ്പോകും എന്നുള്ളതാണ്. അപ്പോൾ ഈ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ IAS ഉദ്യോഗസ്ഥരാണ് പെൺ സുഹൃത്തുമായി മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വെച്ചാണ് അദ്ദേഹം KM ബഷീർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനെ കാറടിച്ച് കൊലപ്പെടുത്തുന്നത്. പിന്നീട് ആ കേസ് എന്തായി? ശ്രീറാം വെങ്കിട്ടരാമൻ എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല. കാരണം അദ്ദേഹത്തിന് ആരുടെയൊക്കെ പിടിപാടുകളുണ്ട്, അദ്ദേഹം ആരുടെയൊക്കെ ചട്ടുകമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടും എന്നുള്ളത് യാഥാർത്ഥ്യം. KM ബഷീറിൻ്റെ കുടുംബത്തിന് അദ്ദേഹം ഇല്ലാതായി എന്നുള്ള, ഒരു നാഥനില്ലാതായി എന്നുള്ളത് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ മറ്റൊന്ന് എൻ പ്രശാന്ത് ഒരു ഈ തങ്ങളുടെ മുതിർന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വാളോങ്ങുന്നു, വാള് വീശുന്നു. പക്ഷെ പല കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറയുന്നില്ല. അദ്ദേഹത്തിന് ഭയമാണ് പലതും തുറന്നു പറയാൻ. അദ്ദേഹം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു, എഴുതുന്നു. ചിലപ്പോൾ അദ്ദേഹം കാണിക്കുന്നത് ഏപ്രിൽ ഫൂളിനൊക്കെ അദ്ദേഹം കാണിച്ച കാര്യങ്ങളൊക്കെ ഒരു IAS ഉദ്യോഗസ്ഥന് ചേർന്നതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിന് കുറേ ആരാധകരുണ്ട്, ലൈവ് ലൈറ്റിൽ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അതുകൊണ്ട് നമുക്ക് അവരങ്ങനെ പോകൂ എന്നുള്ളതാണ്. പിന്നെ കണ്ണൂരിലെ കളക്ടർ അരുൺ കെ വിജയനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ നാട്ടുകാർ ചിലപ്പോൾ കയറി മേയും. അതുകൊണ്ട് വേണ്ട, അരുൺ കെ വിജയനെ കുറിച്ച് സന്ധ്യയായിട്ട് അത് വേണ്ടേ, കയറി മേയോ അത് വേണ്ട.
പിന്നെ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ, നമുക്കറിയാം അരുൺ കെ വിജയന്റെ ഈ അടുത്ത കാലത്ത് വന്ന നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അരുൺ കെ വിജയന്റെ പിന്നെ നിലപാടുകൾ. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെ കുറിച്ച് നമുക്ക് പറയാൻ എന്ന് വെച്ചാൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അരുൺ കെ വിജയന്റെ പേര് നിരവധി തവണ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഈ എന്താ പറയുക ഈ IAS ഉദ്യോഗവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ജനങ്ങളുടെ മുന്നിൽ തന്നെ കുറ്റക്കാരായി നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ജനസമൂഹം ഇപ്പോൾ ഏത് IAS ഉദ്യോഗസ്ഥനെയാണ് ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്? അത്തരത്തിൽ നമുക്ക് ബഹുമാനിക്കാനും ആദരിക്കാനും കഴിവുള്ള ഏതെങ്കിലും IAS ഉദ്യോഗസ്ഥർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിരളിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. ഹരിത വി കുമാർ, അവരൊക്കെ മികച്ച എന്ന് വെച്ചാൽ അവരുടെ ജോലി എന്താണോ അത് കൃത്യമായി ചെയ്തു പോകുന്നു. രേണുരാജും അങ്ങനെ തന്നെയാണ്. അവരുടെ ജോലി എന്താണോ അത് കൃത്യമായി അവർ ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. നൂഹ് എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥനുണ്ട്. അങ്ങനെ പേരെടുത്ത് പറയാൻ ഒരുപാട് IAS ഉദ്യോഗസ്ഥർ നമുക്കിടയിലുണ്ട്. അവരൊക്കെ ഒരുപക്ഷെ എന്താ പറയുക ലൈം ലൈറ്റിനപ്പുറം എന്താണ് തങ്ങളുടെ ജോലി, ആ ജോലി കൃത്യമായി ചെയ്തു പോകുന്നവരാണ് അവരൊക്കെ. ഇവർക്കൊക്കെ ഇടയിലുള്ള ഒരു IAS ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ ലൈം ലൈറ്റുകൾ നിറഞ്ഞു നിൽക്കുന്ന, ഇപ്പോൾ എന്താ പറയുക എല്ലാവരുടെയും കണ്ണുകൾ അവരിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കാനായി ഒരുപാട് പാടുപെട്ട് ശ്രമിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു IAS ഉദ്യോഗസ്ഥയാണ് ദിവ്യ S അയ്യർ. സത്യത്തിൽ അവരോട് ചില സമയങ്ങളിൽ പരമപുച്ഛമാണ് തോന്നുന്നത്. കാരണം ഒരു IAS ഉദ്യോഗസ്ഥ ഇങ്ങനെയൊക്കെ ആകണോ? ഇതാണോ ഒരു IAS ഉദ്യോഗസ്ഥ? ഇപ്പോൾ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് എങ്ങനെ വേണമെങ്കിലും ലൈവ് ലൈറ്റിൽ നിൽക്കാം, അവർക്ക് എന്താ പറയുക ക്യാമറ കണ്ണുകളുടെ മുന്നിൽ നിൽക്കാം, അവർക്ക് എന്തും കോപ്രായങ്ങളും കാട്ടിക്കൂടിയൊക്കെ ചെയ്യാം. പക്ഷേ ജനം ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയുക ഒരു നീതി നടപ്പാക്കുന്ന ഒരു ഉദ്യോഗസ്ഥയുണ്ട്. സ്വന്തം എന്താ പറയുക അവരുടെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഈ പഠിച്ച IASകാരാകുക എന്ന് പറയുന്നത് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഭയങ്കര ത്വരയുടെ പുറത്ത് പഠിച്ച് അതാകുന്നവരാണ്. പക്ഷെ ഇവരൊക്കെ അതായി കഴിയുമ്പോൾ ഇവരുടെയൊക്കെ ടോട്ടലി ലൈഫ് തന്നെ അങ്ങ് മാറുമെന്നുള്ളതാണ്. എത്ര വിമർശിക്കുന്നു അതിൻ്റെ അപ്പുറം ചെയ്യണം എന്നുദ്ദേശിക്കുന്ന ആളാണ് ഈ ദിവ്യ S അയ്യർ എന്ന് പറയുന്നത്. അവരുടെ പല നിലപാടുകളും പ്രസ്താവനകളും ഒക്കെ പലപ്പോഴും വലിയ രീതിയിൽ വിമർശനം ഏറ്റിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ അവർ കുട്ടികളെ കൊണ്ടൊക്കെ പലതും ഏറ്റു പറയിപ്പിച്ചത് അവരുടെ കുടുംബത്തെയും അവരുടെ ഭർത്താവിനെയും കൂടി ലക്ഷ്യം വെച്ചും ഉയർത്താൻ വേണ്ടിയും ഒക്കെ ചെയ്തതാണെന്നുള്ള ആരോപണമൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് K. ജയകുമാർ എന്ന IAS ഉദ്യോഗസ്ഥൻ, വളരെ ടാലൻ്റായ എല്ലാവരും ബഹുമാനിക്കുന്ന ഒരുപാട് കഴിവുകളുള്ള, ഇപ്പോഴും IAS ഉദ്യോഗം എന്ന് പറയുന്നത് എന്താണ് എന്ന് IASകാരെ തന്നെ ഈ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന ചില IASകാരെ തന്നെ മനസ്സിലാക്കിക്കാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേൾക്കുക എന്നുള്ളതാണ്. ഇതെങ്കിലും കേട്ടിട്ട് ഇതിൽ കിടന്ന് കാണിക്കുന്ന കുറേ എണ്ണത്തിനെ കുറിച്ച് നാണവും മാനവും അന്നെങ്കിൽ നന്നായിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.